ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇന്ന് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങളും ഇതിൻ്റെ ഒപ്പം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 6 ആണ്. നിലവിൽ എത്ര മൗലികാവകാശങ്ങളാണ് നിലവിലുള്ളത്? 6 എണ്ണമാണ് നിലവിലുണ്ടായിരുന്നത് അല്ലേ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? സ്വത്തവകാശം ഒരു നിയമാവകാശമാക്കി മാറ്റി. അങ്ങനെ നിലവിൽ ഇപ്പോൾ എത്രണ്ണേ ഉള്ളൂ? 6 മൗലികാവകാശങ്ങളെ നിലവിലുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? എവിടുന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നത്, അഥവാ റഷ്യ കേട്ടോ. മൗലിക കടമകൾ എവിടുന്നാണ് കടമെടുത്തിരിക്കുന്നത്? സോവിയറ്റ് യൂണിയൻ. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനാണ് അല്ലേ. മിശ്രഭോജനം ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേളപ്പനാണ് അല്ലേ. കേളപ്പൻ, കേരള ഗാന്ധിക്ക് എന്നറിയപ്പെടുന്നു അല്ലേ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേളപ്പൻ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണ്? കുളച്ചൽ യുദ്ധം നടന്നത് 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത് കേട്ടോ. എന്നാണ് 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഓർത്തിരിക്കണേ, വർഷമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിലിംസിനെ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? സ്ഥിരമായിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ സംഘടിത കലാപം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻ ബി വക്കം മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി അരുണ ആസിഫ് അലിയാണ് കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസിഫ് അലിയാണ്. ചേരുംപടി ചേർക്കാനാണ്. നിങ്ങൾ വേഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. കാരണം വർഷങ്ങളും നമ്മുടെ സമരങ്ങളും സത്യാഗ്രഹവും ഒക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വേഗം ചെയ്ത് നോക്കിയേ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ് വർഷം? 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹം. നിസ്സഹകരണ സമരമോ? 1920 നിസ്സഹകരണ സമരം എന്നാണ് 1920. ഉപ്പ് സത്യാഗ്രഹം 1930. ക്വിറ്റ് ഇന്ത്യ സമരം എന്നാണ് 1942. വർഷങ്ങൾ ഇപ്പം തന്നെ പഠിച്ചിട്ട് പോകാട്ടോ. ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ് 1917. നിസ്സഹകരണ സമരം എന്നാണ് നടന്നത്? 1920 നടക്കുന്നത്. ഉപ്പ് സത്യാഗ്രഹം 1930. ശേഷം എന്ത് ചെയ്തു? ക്വിറ്റ് ഇന്ത്യ സമരം 1942 നടന്നു. ഇത് ചിലപ്പോൾ ചേരുംപടി ചേർക്കാനല്ല, ചിലപ്പോൾ കാലഗണനാ ക്രമത്തിൽ എന്താണ് ശരിയായിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വർഷങ്ങളൊക്കെ പഠിച്ചിട്ട് പോവാം. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ആരെക്കുറിച്ചാണ് ജവഹർലാൽ നെഹ്റു പ്രതിപാദിച്ചത്? മഹാത്മാ ഗാന്ധിജി മരിച്ചപ്പോൾ നെഹ്റു പറഞ്ഞിട്ടുള്ള വാക്കുകളായിരുന്നു അല്ലേ അത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് 1966 ജനുവരി 10 എന്ത് ചെയ്തത്? താഷ്കന്റ് കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. ആരൊക്കെയാണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എന്താണ് കരാറാണ് താഷ്കന്റ് കരാർ എന്ന് പറയുന്നത്. 1966 ജനുവരി 10 അവരതിൽ ഒപ്പുവെക്കുന്നത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയന കരാർ രൂപീകരിച്ചു. ഈ ലയന കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? ആരൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 4. അതായത് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനുമാണ് അതിലുണ്ടായിരുന്നത്. ആരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോനാണ് എന്താണ് ലയന കരാറിന് രൂപം നൽകിയ വ്യക്തികൾ എന്ന് പറയുന്നത്.
ഏത് വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കോറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയനിലെ. ആരുടെയാണ് ബൊക്കോറോ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിതമായത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ. ഓപ്ഷൻ സി ആരവല്ലിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏതാണ്? ആരവല്ലി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ബി എൻ്റെ കേരളം എന്നും സുന്ദരം എന്നുള്ളതാണ് കേട്ടോ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായിപ്പോയ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിൻ്റെ പേരായിരുന്നു എൻ്റെ കേരളം എന്നും സുന്ദരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആരാണ്? ഓപ്ഷൻ എ ശുഭാംശു ശുക്ലയാണ് കേട്ടോ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആരാണ്? ശുഭാംശു ശുക്ലയാണ്. പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിൻ്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? കിഴക്കാണ് കേട്ടോ. പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിൻ്റെ ഏത് ദിക്കിലാണ്? കിഴക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നദികളും അവയുടെ ഉത്ഭവസ്ഥാനങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് എടുത്തെഴുതുക. നെയ്യാർ അഗസ്ത്യമല, പെരിയാർ ശിവഗിരിമല, ഭാരതപ്പുഴ ആനമല, പമ്പ നീലഗിരി. ഓപ്ഷൻ സി ആണ് ആൻസർ. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ബാക്കിയല്ലാതെ ഏതാണ്? നെയ്യാർ അഗസ്ത്യമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, പെരിയാർ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ഭാരതപ്പുഴ ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, പമ്പ എവിടുന്നാണ്? പുളിച്ചി മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പമ്പ പുളിച്ചി എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. പമ്പ പുളിച്ചി മലയിൽ നിന്നാണ് പമ്പ ഉത്ഭവിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. തെന്മല ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഏത് വൈദ്യുതിയാണ്? ജലവൈദ്യുതിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് അല്ലേ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലല്ല, പെരിയാറിലാണ് അല്ലേ. പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പീരിമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണല്ലേ പറയുന്നത്. എന്തൊക്കെയാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ്. പീരിമേട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. മംഗളാദേവി ക്ഷേത്രം എവിടെയാണ്? പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? ഓപ്ഷൻ എ മത്തിയാണ്. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? മത്തി. 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. ഇത് 2025 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ 2025 2023 നോബൽ പ്രൈസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് പഠിച്ചിട്ട് പോകാം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കറണ്ട് അഫയർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2024 2025 നോബൽ പ്രൈസ് പഠിക്കണം, കൂടാതെ 2023 ഒന്ന് നോക്കി വെച്ചേക്കണം എന്ന്. 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. യോൺ ഫോസ്റ്റെ സാഹിത്യം, നോർവീജിയൻ നാടകകൃത്ത്. നർഗീസ് മുഹമ്മദി സമാധാനം, ബംഗ്ലാദേശ് മനുഷ്യാവകാശ പ്രവർത്തക. ക്ലൗഡിയ ഗോൾഡിൽ സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്.
1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. യോൺ ഫോസ്റ്റെ സാഹിത്യത്തിലാണ്. അദ്ദേഹം എവിടെ നിന്നുള്ള എഴുത്തുകാരനാണ്? നോർവീജിയൻ എഴുത്തുകാരനാണ് അല്ലേ. ക്ലൗഡിയ ഗോൾഡിൽ എന്താണ്? സാമ്പത്തിക ശാസ്ത്രത്തിലാണ് നൊബേൽ പ്രൈസ് 2023 ലഭിച്ചത്. US സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ്. അപ്പോൾ 2023 സാഹിത്യത്തിലെയും സാമ്പത്തിക ശാസ്ത്രത്തിലെയും നൊബേൽ പ്രൈസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി നിങ്ങൾ നോക്കണേ. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്ന കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഏതാണ്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗം ഉണ്ടാകുന്നത്. ചില ആഹാരബന്ധങ്ങൾ ചുവടെ ചേർക്കുന്നു. ഇവയിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ക്യാൻസൽ ആയിപ്പോയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം ഇതിൽ പുല്ല്, പുൽച്ചാടി, മുയൽ, സിംഹം ഒക്കെയാണ്. അതുപോലെ തന്നെ പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ് ഒക്കെയാണ്. പുല്ല്, പുഴു, കോഴി, പാമ്പ് അതും ഒക്കെയാണ്. അപ്പോൾ ഇതിൽ 2 ബിയും ഡിയും നല്ല ആപ്റ്റായിട്ടുള്ള ബന്ധങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ക്യാൻസൽ ആയി പോയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോക്കണ്ട. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ് അല്ലേ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂരാണ്. പവിത്ര, അന്നപൂർണ ഏത് വിളയുടെ സങ്കര ഇനം വിത്തുകളാണ്? നെല്ലിൻ്റെയാണ് അല്ലേ. പവിത്ര, അന്നപൂർണ ഏത് വിളയുടെ സങ്കര ഇനം വിത്തുകളാണ്? നെല്ലിൻ്റെ. കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? കാട്ടാനയുടെയാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് എതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ്റെ പേര്? ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളതായിരുന്നു അല്ലേ. നമ്മൾ ഇത് സ്ഥിരമായിട്ട് ഇപ്പോൾ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2026 ചോദിച്ചിട്ടുണ്ട്, 2025 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നോക്കിയിട്ട് പോവാം കേട്ടോ. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ് അല്ലേ. ബോക്സ് അലൂ എന്ന് പഠിച്ചാൽ മതി. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. ഒരുപാട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതിലാണ്? ശൂന്യതയിലൂടെയാണ് അല്ലേ. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ശൂന്യതയാണ്. അഗ്നിശമനകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ശബ്ദ തീവ്രത ഏതിലാണ്? ഡെസിബലിലാണ് അല്ലേ. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ഡെസിബൽ ആണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിൻ്റെ ഊർജം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംഭരിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും അവിടെ? സ്ഥിതികോർജമായിരിക്കും അല്ലേ. അവിടെ സ്ഥിതി ചെയ്യുന്ന അത് ഒഴുക്കുമില്ല, ഒന്നുമില്ല, അങ്ങനെ അവിടെ നിശ്ചലാവസ്ഥയിലാണ്. അപ്പോൾ അത് എന്ത് ഊർജ്ജമായിരിക്കും ഉണ്ടാവുക? സ്ഥിതികോർജമായിരിക്കും ഉണ്ടായിരിക്കുക. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ച് നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിൻ്റെ ഊർജ്ജം ഏതാണ്? സ്ഥിതികോർജമാണ്. അവിടെ സംഭരിച്ച് നിർത്തിയിരിക്കുകയാണ്. നാം കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ഡാഷിൽ വെച്ചാണ്. അവയവം തിരിച്ചറിയുക. എവിടെ വെച്ചിട്ടാണ് ദഹനം പൂർത്തിയാകുന്നത്? ചെറുകുടലിൽ വെച്ചിട്ടാണ് അല്ലേ. ചെറുകുടലിൽ വെച്ചിട്ടാണ് ദഹനം പൂർത്തിയാകുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 70/110 രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് കേട്ടോ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 70/110. കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സർക്കാർ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ബാലമിത്രയാണ് കേട്ടോ. കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് ബാലമിത്ര എന്ന് പറയുന്നത്. ബാലമിത്ര. നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് ആവശ്യമായ ഊർജം ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങളായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? അരി, ഗോതമ്പ്, കപ്പയിലാണ് ഏറ്റവും കൂടുതൽ എന്തടങ്ങിയിരിക്കുന്നത്? ധാന്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് അല്ലേ. അരി, ഗോതമ്പ്, കപ്പയിലൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ? ധാന്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്.
ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാണ്? ആരാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ? ലിയോ 14 കേട്ടോ. ലിയോ 14 ഇപ്പോഴത്തെ മാർപ്പാപ്പ എന്ന് പറയുന്നത്. കറണ്ട് അഫെയർ ആണ്. ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി പമേല റൂക്സ് നിർമ്മിച്ച സിനിമ താഴെ പറയുന്നതിൽ ഏതാണ്? പമേല റൂക്സ് നിർമ്മിച്ച ഇത്? ട്രെയിൻ ടു പാകിസ്ഥാൻ ആണ് കേട്ടോ. ട്രെയിൻ ടു പാകിസ്ഥാൻ ആണ് പമേല റൂക്സ് നിർമ്മിച്ച സിനിമ എന്ന് പറയുന്നത്. ഏതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച വർഷം എപ്പോഴാണ്? 1954 ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നത് കേട്ടോ. 1954. ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആരാണ്? ഫസൽ അലിയാണ് അല്ലേ. ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ്? ജർമ്മനിയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 19ാം തവണ എവറസ്റ്റിന് മുകളിലെത്തിയ കെൻഡൻ കൂൺ ഏതു രാജ്യക്കാരനാണ്? 19ാം തവണ എവറസ്റ്റിന് മുകളിലെത്തിയ കെൻഡൻ കൂൺ ഏതു രാജ്യക്കാരനാണ്? ബ്രിട്ടൻകാരനാണ് കേട്ടോ. കെൻഡൻ കൂൺ ഏത് രാജ്യക്കാരനാണ്? ബ്രിട്ടൻകാരനാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര താപനിലയം കായംകുളം താപനിലയമാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി പമ്പാ നദിയിലാണ്. 1ഉം 3ഉമാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര താപനിലയം ഏതാണ്? കായംകുളം താപനിലയമാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര താപനിലയം എവിടെയാണ്? കായംകുളം താപനിലയമാണ്. പടിഞ്ഞാറൻ ഘട്ടം കേരളത്തിന്റെ ഏത് അതിർത്തിയിലൂടെയാണ് കടന്നു പോകുന്നത്? പടിഞ്ഞാറൻ ഘട്ടം കേരളത്തിന്റെ ഏത് അതിർത്തിയിലൂടെയാണ് കടന്നു പോകുന്നത്? കിഴക്ക് അതിർത്തിയിലൂടെയാണ് കേട്ടോ. പടിഞ്ഞാറൻ ഘട്ടം കേരളത്തിന്റെ ഏത് അതിർത്തിയിലൂടെയാണ് കടന്നു പോകുന്നത്? കിഴക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം അല്ലേ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. 2026 നടന്നിട്ടുള്ള ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. ഇതും റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ 5 നദികൾ കിഴക്കോട്ടും 39 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. കേരളത്തിലെ 44 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. കേരളത്തിലെ 4 നദികൾ കിഴക്കോട്ടും 40 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു, 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാണ്? മറിയ കൊറീന മച്ചാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് അല്ലേ 2025 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടിയിരിക്കുന്നത്. മറന്നുപോകല്ലേ. 2025 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആരാണ് നേടിയത്? മറിയ കൊറീന മച്ചാഡോ. 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ബ്രസീലായിരുന്നു കേട്ടോ. 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ബ്രസീൽ. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ഓപ്ഷൻ ബി ആണ്. മലിനജലത്തിൽ നിന്നുള്ള പകർച്ചയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. മലിനജലത്തിൽ നിന്നുള്ള പകർച്ച.
2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവൽ ഏതാണ്? 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവൽ? ആനോ ആണ് കേട്ടോ. എ ആനോ. ഓപ്ഷൻ എ ആനോ ആണ് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവൽ. ഇന്ത്യയുമായി ഏറ്റവും നീളമേറിയ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? കര അതിർത്തിയാണ്. ഇന്ത്യയുമായി ഏറ്റവും നീളമേറിയ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും നീളത്തിൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം. ശരീരത്തുലന നില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീരത്തുലന നില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം ആണ് അല്ലേ. ശരീരത്തുലന നില പാലിക്കുന്നത് ഏതാണ്? സെറിബെല്ലം. എപ്പികൾച്ചർ ഏതു മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? തേനീച്ച വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. മുയൽ വളർത്തൽ ഏതാണ്? ക്യൂണി കൾച്ചറാണ് കേട്ടോ. ക്യൂണി കൾച്ചറാണ് മുയൽ വളർത്തൽ. മീൻ വളർത്തലോ? മാരി കൾച്ചറാണ് കേട്ടോ. മാരി കൾച്ചറാണ്. പട്ടുനൂലാണെങ്കിൽ സെറി കൾച്ചറാണ് അല്ലേ. സെറി കൾച്ചറാണ് പട്ടുനൂൽ പുഴു വളർത്തൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. തേനീച്ചയാണെങ്കിൽ അത് എപ്പി കൾച്ചർ. മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? പ്രോട്ടസോവയാണ് അല്ലേ. മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? പ്രോട്ടസോവയാണ്. മലേറിയ എന്താണ്? ഒരു പ്രോട്ടസോവ രോഗമാണ്. പ്രോട്ടസോവയാണ് മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു എന്ന് പറയുന്നത്. മുണ്ടകൻ കൃഷി ഏത് വിള എന്നറിയപ്പെടുന്നു? മുണ്ടകൻ കൃഷി ഏത് വിള എന്നാണ് അറിയപ്പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ശീതകാല വിളയാണ് കേട്ടോ. മുണ്ടകൻ കൃഷി ഏത് കാലവിളയാണ്? ശീതകാല വിളയാണ് മുണ്ടകൻ കൃഷി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചർച്ച ചെയ്താണ് മുണ്ടകൻ, വിരിപ്പ്, പുഞ്ച എന്നുള്ള നമ്മുടെ കേരളത്തിലെ കാർഷിക കാലങ്ങളാണ് അവ കേട്ടോ, 3 അപ്പോൾ മുണ്ടകൻ കൃഷി ഏതാണ്? ശീതകാല വിളയാണ്. ജൈവ ഘടികാരമായി അറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പൈനിയൽ ഗ്രന്ഥിയാണ് കേട്ടോ. ജൈവ ഘടികാരമായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? പൈനിയൽ ഗ്രന്ഥിയാണ്. ജൈവ ഘടികാരമായിട്ട് പ്രവർത്തിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ ആണ് കേട്ടോ. ഗ്രന്ഥി ചോദിച്ചാൽ പൈനിയൽ ഗ്രന്ഥി, ഹോർമോൺ ചോദിച്ചാൽ അതേതാണ്? മെലാറ്റോണിൻ. ആന്തരകർണത്തിലെ ശ്രവണത്തെ സഹായിക്കുന്ന ഭാഗം. ആന്തരകർണത്തിലെ ശ്രവണത്തെ സഹായിക്കുന്ന ഭാഗം ഏതാണ്? കോക്ലിയാണ് അല്ലേ. കോക്ലിയാണ് ആന്തരകർണത്തിലെ ശ്രവണത്തെ സഹായിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. ജലത്തിൽ ലയിക്കുന്ന ജീവകം ഏതാണ്? ഈ കൊടുത്തിരിക്കുന്നതിൽ? ഓപ്ഷൻ ബി ആണ് അല്ലേ. ജീവകം സി ആണ് ജലത്തിൽ ലയിക്കുന്നത് അല്ലേ. അങ്ങനെ നേരെ പഠിച്ചു തന്നാൽ മതി. കൊഴുപ്പിൽ ലയിക്കുന്നത് അതിങ്ങനെ പഠിക്കാൻ നമുക്ക് അടക്ക് എന്ന് പഠിക്കാം കേട്ടോ. അടക്ക്. ADEK എന്താണ്? അടക്കാണ്. അപ്പോൾ ബാക്കി ബിയും സിയും എന്താണ്? ജലത്തിൽ ലയിക്കുന്നതാണ് കേട്ടോ. ജലത്തിൽ ലയിക്കുന്നതാണ് ബിയും സിയും. അടക്ക് എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന നേത്രരോഗം എയുടെയാണ്. ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന നേത്രരോഗം. ഓപ്ഷൻ ബി നിശാന്തതയാണ് അല്ലേ. ഓപ്ഷൻ എവിടെ നിന്നാണ് ഈ ഓപ്പറേഷൻ കയറിയത്? ഓപ്ഷൻ ബി നിശാന്തതയാണ് ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന നേത്രരോഗം എന്ന് പറയുന്നത്. റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നൽകിയിരിക്കുന്ന ജോഡികൾ യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വേഗം ട്രൈ ചെയ്തേ. മുക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ, കല്ലുമല സമരം അയ്യങ്കാളി, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ, ചാനാർ കലാപം പൊയ്കയിൽ യോഹന്നാൻ. ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ. മൂക്കുത്തി സമരം ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് നയിച്ചത്. കല്ലുമല സമരത്തിൻ്റെ നേതാവ് ആരാണ്? അയ്യൻകാളിയാണ്. മിശ്രഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ചാനാർ കലാപം പൊയ്കയിൽ യോഹന്നാൻ അല്ല. 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ഓപ്ഷൻ ഡി ഐറ്റാന ബോൺമാറ്റിയാണ് കേട്ടോ. ഐറ്റാന ബോൺമാറ്റിയാണ് 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയിട്ടുള്ളത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? എത്രയുണ്ടായിരുന്നു? 3 അംഗങ്ങളാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. എത്രയാണ്? 3 അംഗങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 2026 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ അത്. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങളെന്ന് പറയുന്നത്? ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ, രാസവളങ്ങളുടെ ഉപയോഗം, ജലസേചന സൗകര്യങ്ങളുടെ വിപുലീകരണം. മുകളിൽ പറഞ്ഞവയെല്ലാമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങളെന്ന് പറയുന്നത്.
ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. രാസവളങ്ങളുടെ ഉപയോഗമുണ്ട്. ജലസേചന സൗകര്യങ്ങളുടെ വിപുലീകരണം. ഇത്രയുമാണ് അതിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിൽ കൊടുത്തിരിക്കുന്ന തടാകങ്ങളിൽ നിന്ന് തെറ്റായ ജോഡി തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇതിലെല്ലാം ശരിയായിട്ടുള്ളതാണ് കേട്ടോ. പൂക്കോട് വയനാട്, മൂരിയാട് തൃശ്ശൂർ, മനക്കോട് തൃശ്ശൂരാണ്, ഏനമാക്കൽ തൃശ്ശൂരാണ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ മഹലനോബിസ് മാതൃക പ്രയോഗിച്ചത്? ഇതിൻ്റെ പ്രധാന ഊന്നൽ എന്തായിരുന്നു? വേഗം കണ്ടുപിടിച്ചേ. ഓപ്ഷൻ ബി ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഊന്നൽ എന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? അടിസ്ഥാന മൂലധന ഗുഡ് വ്യവസായങ്ങളിലെ നിക്ഷേപം, അതായത് വ്യവസായ മേഖല വിപുലീകരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരിയാണ് കേട്ടോ. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? കർണം മല്ലേശ്വരി. 2026 ഫിഫ ലോകകപ്പിൻ്റെ വേദി മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. 2026 ഫിഫ ലോകകപ്പിൻ്റെ വേദി. ഓപ്ഷൻ ഡി ആണ്. ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഇത് നടക്കാൻ പോകുന്നത്. നമ്മുടെ 2026 ഫിഫ ലോകകപ്പ് നടക്കാൻ പോകുന്നത് കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ്, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ വെച്ചിട്ടാണ് ഇത് നടക്കാൻ പോകുന്നത്. 2026 ഫിഫ ലോകകപ്പ് നടക്കാൻ പോകുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്, മെക്സിക്കോ, കാനഡ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബെസൻ്റ് ആണ്. അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ്. രാജ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സൂററ്റ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. നിഷ്ക്രിയ പ്രതിരോധം എന്ന ആശയം ആദ്യം പ്രചരിപ്പിച്ചത് അരവിന്ദ് ഘോഷാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. 1, 3, 4 ആണ്. ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബെസൻ്റ് ആണ്. പിന്നീട് രാജ് ബിഹാരി ബോസ് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സൂററ്റ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചിട്ടുണ്ട്. നിഷ്ക്രിയ പ്രതിരോധം എന്ന് പറഞ്ഞിട്ടുള്ള ആശയം ആദ്യം പ്രചരിപ്പിച്ചത് ആരാണ്? അരവിന്ദ് ഘോഷാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥ ഇന്ത്യയിൽ ആദ്യം അനുഭവപ്പെടുന്ന സമതല പ്രദേശം എവിടെയാണ്? പടിഞ്ഞാറൻ തീര സമതലത്തിലാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥ ആദ്യമായിട്ട് അനുഭവപ്പെടുന്നത് അല്ലേ? പടിഞ്ഞാറൻ തീര സമതലത്തിലാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥ ആദ്യമായിട്ട് അനുഭവപ്പെടുന്നത്. താഴെ നൽകിയവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നർമ്മദ, താപ്തി ഇന്ത്യയുടെ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. നാഗാർജുന സാഗർ ഡാം കൃഷ്ണ നദിക്ക് കുറുകെയാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് കാവേരി. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2, 3 മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. നാഗാർജുന സാഗർ ഡാം എവിടെയാണ്? കൃഷ്ണ നദിക്ക് കുറുകെയാണ്. നാഗാർജുന സാഗർ ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൃഷ്ണ നദിക്ക് കുറുകെയാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? കാവേരിയാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഒരു നദിയാണ് കാവേരി. ഇലക്ട്രിക് അയൺ ബോക്സിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ്? ഇലക്ട്രിക് അയൺ ബോക്സിൽ നടക്കുന്നത്? വൈദ്യുതി ഊർജ്ജം താപോർജ്ജമായിട്ടാണ് മാറുന്നത് അല്ലേ? ഇലക്ട്രിക് അയൺ ബോക്സിൽ എന്താണ്? വൈദ്യുതി ഊർജ്ജം എന്തായിട്ട് മാറുന്നു? താപ ഊർജ്ജമായിട്ടാണ് മാറുന്നത്. മനുഷ്യർക്ക് കേൾക്കാവുന്ന ആവൃത്തിയുടെ പൊതുവായ ശ്രേണി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യരുടെ ശ്രവണ പരിധി എന്ന് പറയുന്നത് കേട്ടോ. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. താഴെ പറയുന്നവയിൽ ഏതാണ് താപനിലയുടെ യൂണിറ്റ്? ഏതാണ്? ഫാരൻഹീറ്റ് ആണ്. ഇതിൽ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് താപനിലയുടെ ഒരു യൂണിറ്റ് ഏതാണ്? ഫാരൻഹീറ്റ് ആണ്. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന നിയമം ഏതാണ്? ചാൾസ് നിയമമാണ്. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന നിയമം ഏതാണ്? ചാൾസ് നിയമം. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഏതാണ്? മെഥനോളാണ്. വുഡ് സ്പിരിറ്റ് എന്താണ്? മെഥനോളാണ്. മെർക്കുറി ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മെർക്കുറി ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഏതാണ്? സ്വേദനമാണ്. മെർക്കുറി എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? സ്വേദനം വഴിയാണ് ശുദ്ധീകരിക്കുന്നത്.
2022 രസതന്ത്രത്തിന് നോബൽ സമ്മാനം നേടിയത് ആരാണ്? ഈ 3 പേരുമാണ് കേട്ടോ. കരോളിൻ ആർ ബെർട്ടോസി, കെ ബാരി ഷാർപ്ലെസ്, മോർട്ടൻ മെൽഡൻ. ഇത്രയും പേരാണ് 2022 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് നേടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിൽ SCERTയിൽ 2022 രസതന്ത്രത്തിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചത്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥ ഏതാണ്? ജീറോഫ്താൽമിയാണ് കേട്ടോ. ജീറോഫ്താൽമിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ നേത്രാവരണവും കോർണിയയും വരണ്ട് അധാര്യമായി തീരുന്ന അവസ്ഥയാണ് ജീറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഏതിൻ്റെ അഭാവം മൂലമാണ്? വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലമാണ് ജീറോഫ്താൽമിയ ഉണ്ടാവുന്നത് കേട്ടോ. ആരാണ് ഇന്ത്യയുടെ മില്ലറ്റ് മാൻ? പ്രൊഫസർ ഖാദർ വാലിയാണ് ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇന്ത്യയുടെ മില്ലറ്റ് മാൻ ആരാണ്? പ്രൊഫസർ ഖാദർ വാലിയാണ്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1916 ഫെബ്രുവരിയിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയായിരുന്നു ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട പൊതുപരിപാടി. 1918 അഹമ്മദാബാദ് മിൽ സമരവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ കൂലി 35% വർദ്ധിപ്പിച്ചു കൊടുക്കാമെന്ന് മില്ലുടമകൾ സമ്മതിച്ചു. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. 1930 മാർച്ച് 12 തിരഞ്ഞെടുക്കപ്പെട്ട 72 അനുയായികളോടൊപ്പം ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലേക്ക് മാർച്ച് ചെയ്തു. ഓപ്പറേഷൻ സി ആണ് ആൻസറെ. 1, 2, 3 എന്താണ്? ശരിയായിട്ടുള്ളതാണ്. 1, 2, 3 ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? 16 ഫെബ്രുവരിയിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയിലായിരുന്നു ഗാന്ധിജി ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പൊതുപരിപാടിയായിട്ട് പറയുന്നത്. ഇനി അഹമ്മദാബാദ് മിൽ സമരം നമുക്കറിയാമെന്നാണ് 1918 അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തൊഴിലാളികളുടെ കൂലി 35% വർദ്ധിപ്പിച്ചു കൊടുക്കാമെന്ന് ആര് സമ്മതിച്ചു? മില്ലുടമകൾ സമ്മതിച്ചു. 22 ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നത്. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തിലെ രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രയാൻ ദൗത്യത്തിൽ 2023 ഓഗസ്റ്റ് 23 ബുധനാഴ്ച 6:04 PM ലാൻഡർ ചന്ദ്രനെ തൊട്ടത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകം ഇറക്കിയ രാജ്യം ഇന്ത്യയാണ്. എസ് സോമനാഥാണ് ഇപ്പോഴത്തെ ISRO ചെയർമാൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസറെ. 2, 3, 4 ഇവിടെ ആൻസറായിട്ട് വരുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ ആരാണ് ISRO ചെയർമാൻ? വി നാരായണനാണ് കേട്ടോ. വി നാരായണനാണ് ഇപ്പോഴത്തെ ISRO ചെയർമാൻ എന്ന് പറയുന്നത്. സോമനാഥ് അല്ല കേട്ടോ. ബാക്കി 2 നോക്കാം. ചന്ദ്രയാൻ ദൗത്യത്തിൽ 2023 ഓഗസ്റ്റ് 23 ബുധനാഴ്ച 6:04 PM ലാൻഡർ ചന്ദ്രനെ തൊട്ടത്. പിന്നെന്താണ്? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകം ഇറക്കിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ, TK മാധവൻ തുടങ്ങിയ നേതാക്കളാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ. വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യവുമായി ഗാന്ധിജി കേരള സന്ദർശനത്തിനെത്തി. സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. ഗാന്ധിജി ഈ സമരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് വിശേഷിപ്പിച്ചു. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3 ശരിയായിട്ടുള്ളത് കേട്ടോ. CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ, TK മാധവൻ തുടങ്ങിയ നേതാക്കളാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ. ആരൊക്കെയാണ്? CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ, TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യവുമായി ഗാന്ധിജി കേരള സന്ദർശനത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. ഗാന്ധിജി ഇതിനെയല്ല ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് പറഞ്ഞത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? എവിടെയാണ്? ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് INC പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്.
തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഇറയിളി എന്ന പേരിലാണ് കേട്ടോ. ഇറയിളി. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവാണ് ഇറയിളി എന്ന് പറയുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം? ഓപ്ഷൻ ഡി മലബാർ ആണ് കേട്ടോ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ SCERTയിൽ കിടക്കുന്നുണ്ട്, അങ്ങനെ തന്നെ എടുത്തിരിക്കുകയാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? മലബാറാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? EMS ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് അല്ലേ. EM ശങ്കരൻ നമ്പൂതിരി, EMS ആണ്. EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥം രചിച്ചത്. ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ആര്യ സമാജവുമായിട്ടാണ് ശുദ്ധി പ്രസ്ഥാനം ബന്ധപ്പെട്ടിരിക്കുന്നത്. അല്ലെ ആരുടെയാണ്? ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം അല്ലേ. ദയാനന്ദ സരസ്വതി. അപ്പോൾ ശുദ്ധി പ്രസ്ഥാനം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദയാനന്ദ സരസ്വതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുദ്ധി പ്രസ്ഥാനം. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുക്കുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ്? ബഗ്ലിഹാർ ആണ് കേട്ടോ. ബഗ്ലിഹാർ അണക്കെട്ടാണ് നമ്മുടെ പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുക്കുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ്? ബഗ്ലിഹാർ. കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ്? ജീവനമാണ് കേട്ടോ. കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതിയാണ് ജീവനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്ത് പേരിൽ? ഓപ്പറേഷൻ സിന്ധു എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ഓപ്പറേഷനായിരുന്നു എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളത് എന്തിൽ പെടുന്നില്ല? മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പ് 19 പെടില്ല. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നത് ഏതിലാണ്? നിർദ്ദേശക തത്വങ്ങളിലാണ് അല്ലേ. നിർദ്ദേശക തത്വങ്ങളിലാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ പറയുന്നത്. വകുപ്പ് 19 സംസാര സ്വാതന്ത്ര്യം, ആയുധങ്ങളില്ലാതെ സമാന്തരമായി സമ്മേളിക്കുക, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുക, ഇന്ത്യയിൽ എവിടെയും തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, പിന്നെന്താണ് എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെ. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം എന്തിൽ പെടുന്നു? വകുപ്പ് 19 പെടുന്നതാണ്. സോഷ്യലിസം, മതേതരത്വം എന്നീ 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ആമുഖത്തിലാണ് കേട്ടോ. സോഷ്യലിസം, മതേതരത്വം 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എവിടെയാണ് കൂട്ടിച്ചേർത്തത്? ആമുഖത്തിലാണ് കൂട്ടിച്ചേർത്തത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? കണ്ടുപിടിച്ചേ. ഈ എല്ലാ പ്രസ്താവനകളും തെറ്റാണ് കേട്ടോ ഇതിൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ. എല്ലാ പ്രസ്താവനകളും തെറ്റാണെന്നുള്ളതാണ്. MGNREGA പൂർണ്ണരൂപം ഏതാണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്നുള്ളതാണ് കേട്ടോ. MGNREGA പൂർണ്ണരൂപം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാം? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തൽ, ഘോര ചികിത്സ എന്നിവയ്ക്കെല്ലാം എന്താണ് ഈ ഒരു CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. OPV എന്താണ്? പോളിയോ. ഇതാണ് കേട്ടോ ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്. OPV പോളിയോ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? ഓപ്ഷൻ എ ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ്. CFC ആണ് ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തുക്കൾ എന്ന് പറയുന്നത്. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്?
ഓപ്ഷൻ സി ആണ് ആൻസർ. ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ആരോഗ്യ കേരളം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആരോഗ്യ കേരളം എന്താണ്? ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തിലേക്കുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായത് തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ കാക്കാൻ സഹായിക്കുന്നു. ചിന്ത, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 4ഉം ആയിട്ടാണ് ഇവിടെ ശരിയായി. സെറിബ്രം എന്താണ്? മനുഷ്യ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ചിന്ത, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, പിന്നെ തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് ഏതാണ്? സെറിബ്രമാണ്. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? ഇതിലേതാണ്? അനിയന്ത്രിതമായിട്ടുള്ള ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്. അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം എത്രയാണ്? 5.6 താഴെയാണ് അമ്ലമഴയുടെ pH മൂല്യം എന്ന് പറയുന്നത്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്നത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ്? എത്രയാണ്? 3-ാം ചലന നിയമമാണല്ലേ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്നത് ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമത്തിലാണ് പറയുന്നത്. വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ഓപ്ഷൻ എ ഗാമ കിരണമാണ് കേട്ടോ. വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ഗാമ കിരണം. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം. ഓപ്ഷൻ ബി 0 മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ. ഭൂമിയുടെ കേന്ദ്രത്തിൽ ജിയുടെ മൂല്യം എത്രയാണ്? 0 ആയിരിക്കും കേട്ടോ എപ്പോഴും. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈ സ്പീഡ് ട്രെയിൻ CR 450 അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതാണ്? ചൈനയാണ് കേട്ടോ. ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയിട്ടുള്ള ഹൈ സ്പീഡ് ട്രെയിൻ CR 450 അനാച്ഛാദനം ചെയ്തത്. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? ഓപ്ഷൻ സി ആണ്. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള വാഹനത്തിലാണ് അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരെന്ത്? ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരെന്ത്? അതിപൂരിത ലായനി എന്നാണ് കേട്ടോ പറയുക. അതിപൂരിത ലായനി. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? ഏതാണ്? അൽനിക്കോ ആണ് കേട്ടോ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏത് ലോഹസങ്കരമാണ്? അൽനിക്കോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രിലിംസ് എക്സാം നല്ല രീതിയിൽ തന്നെ എഴുതുക കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ കുറച്ച് 1 മണിക്കൂർ നേരത്തെ മുന്നേ ഇറങ്ങുക. പിന്നെ വെള്ളം കയ്യിൽ കരുതുക. ഹാളിലേക്ക് കയറുന്നതിന് മുമ്പേ വെള്ളം കുടിച്ചിട്ട് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അറിയണത് മാത്രം ആൻസർ ചെയ്താൽ മതി. ഒരുപാട് കൺഫ്യൂഷൻ അടിച്ചിട്ട് തെറ്റുത്തരങ്ങളൊന്നും എഴുതിയിട്ട് നെഗറ്റീവ് കൂടുതലാക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ക്വസ്റ്റ്യൻ്റെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എഴുതുക കേട്ടോ, അറിയാത്ത ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. നമ്മൾ VFA LD മെയിൻ ക്ലാസ് 27-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.